മുരളീധരൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ പാരമ്പര്യമുണ്ട്. എന്തെങ്കിലുമൊക്കെ തൃശ്ശൂരിന് വേണ്ടി ചെയ്യാൻ പറ്റും. അത് പത്മജ പോയാലും ശരി, ആര് പോയാലും ശരി, അതിലൊന്നും തൃശ്ശൂർക്കാർ വികാരങ്ങളും മാറില്ല. തൃശ്ശൂർ ആര് ജയിക്കാനാണ് സാധ്യത എന്ന് തോന്നുന്നത്? മുരളീധരൻ. ചർച്ചക്ക് പോലും വരാത്ത ഗവൺമെന്റ് നമ്മൾ എന്താ വിശ്വസിക്കുന്നത്? വീട്ടിലേക്ക് കൊണ്ടുവയ്ക്കാനല്ല, കുടുംബത്തിൽ കൊണ്ടുപോയി നാട്ടുകാർക്ക് ഉപകാരിക്ക്. ഏതായാലും എനിക്ക് സുരേഷ് ഗോപി ജയിച്ചാലേ കാര്യങ്ങൾ നടക്കാൻ പറ്റുള്ളൂ. നിലവിലെ ഭരണം കുറച്ച് മോശമായിട്ടുള്ള രീതിയിലാണെന്നാണ് എൻ്റെ. ഈ തൃശ്ശൂർ ആർക്കാണ് വിജയ സാധ്യത ചേട്ടാ? അതിപ്പോ പ്രത്യേകിച്ച് ഇപ്പോൾ പറയുകയാണെങ്കിൽ മാറി മാറി പറഞ്ഞ സാഹചര്യങ്ങളല്ലേ വരുന്നത്. അതെ അതെ അതെ, മാറി മാറിയാണ്. അപ്പോ ഇവിടെ സുരേഷ് ഗോപിക്ക് എത്രത്തോളം സാധ്യതയുണ്ടെന്ന് തോന്നുന്നു? സുരേഷ് ഗോപിക്ക് ചാൻസ് കുറവാണല്ലേ? പൊതുവായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ സുരേഷ് ഗോപിക്കാണ് സാധ്യത എന്നൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ വെറുതെ ആണല്ലേ? പക്ഷെ തൃശ്ശൂരിന്റെ ഒരു മണ്ണ് ഇപ്പോ ഏത് പാർട്ടിക്ക് അനുകൂലമാണ് ചേട്ടന്റെ ഒരു പൊതുവായ വിലയിരുത്തല്? എന്തായാലും കോൺഗ്രസിന് തന്നെയാണ്. അപ്പൊ മുരളീധരൻ തന്നെ ജയിക്കുന്ന? അതെ, മുരളീധരൻ തന്നെ ജയിക്കാനുള്ള സാധ്യത. മുരളീധരന്റെ പ്രചരണങ്ങളൊക്കെ എങ്ങനെ വന്നു? അതൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അതൊക്കെ പാരമ്പര്യമുണ്ട്. സുരേഷ് ഗോപി എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് അങ്ങനെ എന്തൊക്കെ പെട്ടെന്ന് ഇവിടെ വന്ന ഒരാള്, അതിൻ്റെതായ പൊതുവികാരം എല്ലാവർക്കും ഉണ്ടാവും. അതെ അതെ. മുരളീധരൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ പാരമ്പര്യമുണ്ട്. എന്തെങ്കിലുമൊക്കെ തൃശ്ശൂരിന് വേണ്ടി ചെയ്യാൻ പറ്റും. സുരേഷ് ഗോപി ഇന്നലെ നാളെ ഇവിടെ വന്ന് പോകും. അങ്ങനെ സുനിൽകുമാറും കുഴപ്പമൊന്നുമില്ല. എന്നാലും ഒത്തിരി മികച്ചു നിൽക്കുന്നത് മുരളീധരൻ. മുരളീധരന്റെ സഹോദരി കൂടിയായിട്ടുള്ള പത്മജ BJP-യിലേക്ക് പോയതൊക്കെ കോൺഗ്രസ്സുകാരനെ അത് പത്മജ പോയാലും ശരി, ആര് പോയാലും ശരി, അതിലൊന്നും തൃശ്ശൂർക്കാർ വികാരങ്ങളും മാറില്ല. കരുണാകരന്റെ തട്ടകത്ത് എന്താ മുരളീധരൻ തന്നെ ജയിക്കുള്ളൂ. എല്ലാം കറക്റ്റായിട്ട് വേർതിരിച്ചറിയാൻ തൃശ്ശൂർക്കാർക്ക് അറിയാം. അവര് BJP എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അവിടെ ചെയ്തു ഇവിടെ ചെയ്തു എന്ന് പറഞ്ഞാലും കാര്യങ്ങളില്ല. എന്ത് ചെയ്താലും അവരുടെ പ്രസ്ഥാനങ്ങൾ കാര്യങ്ങൾ അവർക്ക് എപ്പോഴും മറ്റുള്ള ജാതി കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ വേർതിരിവ് ഇപ്പൊ CIA അറിയാലോ. അപ്പൊ അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെയാണ്. കോൺഗ്രസിന് എല്ലാവരും വേണം. ഹിന്ദു വേണം, മുസ്ലിം വേണം, എല്ലാ ജാതിയും വേണം. അവർക്ക് അത് വേണ്ട. അവർക്ക് സവർണർ വേണം, ബ്രാഹ്മണർ വേണം, നമ്പൂരി വേണം. സാധാരണക്കാർക്ക് ജീവിതം എപ്പോഴും കോൺഗ്രസ് തന്നെ ഇവിടെ ഉണ്ടാവും. നമ്മുടെ പോലെ മിഡിൽ ക്ലാസ് ആൾക്കാരൊക്കെ എപ്പോഴും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. തൃശ്ശൂരിന്റെ മനസ്സ് ഇപ്രാവശ്യം കോൺഗ്രസിനോടൊപ്പമായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കേടാ, താങ്ക് യു. ചേട്ടന്റെ പേരെന്തായിരുന്നു? വിനോദ്. ഓക്കെ വിനോദ് ചേട്ടാ, താങ്ക് യു. ചേട്ടാ, തൃശ്ശൂര് ആര് ജയിക്കാനാണ് സാധ്യത? കെ മുരളീധരൻ, UDF. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയാം? ഇന്ന് നമ്മുടെ ജനങ്ങള് ജീവിക്കാനായിട്ടുള്ള അവർ നിത്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ, അത് കേന്ദ്ര ഗവൺമെൻറ് ആയാലും സംസ്ഥാന ഗവൺമെൻറ് ആയാലും ഈ ജനങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളിലെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുള്ള നടപടികൾ അതായത് എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, കൂടുതൽ അവർ ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടികളാണ് എടുത്തിട്ടുള്ളത്. വിശദമായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആ ഒരു ജനങ്ങളുടെ രോഷം സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു രോഷത്തിന്റെ ഭാഗമായിട്ട് ആളുകൾ വോട്ട് ചെയ്യാൻ പോകുന്നത് മുരളീധരനായിരിക്കും തീർച്ചയായിട്ടും. കാരണം കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട് മോഡിയുടെ ഇപ്പോൾ ഗ്യാരണ്ടി എന്ന് പറയുന്ന പല കാര്യങ്ങളും നടപ്പിലാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ പിണറായിയെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വലിയ അഴിമതികളെ കുറിച്ച് കേൾക്കുന്നത്. പക്ഷേ ആ അഴിമതികൾ അന്വേഷിക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് അത് പല രീതിയിലും വേണ്ടത്ര രീതിയിൽ അന്വേഷിച്ച് അതിൻ്റെ നടപടികൾ എടുക്കുന്നില്ല. അത് സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ ഇടയിൽ ഒരു സംശയം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് ആണോ എന്നുള്ള ഒരു സംശയം ജനങ്ങളുടെ ഇടയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഒരു പുതിയ സർക്കാർ കേന്ദ്രത്തിൽ വരണം. പിന്നെ തന്നെയല്ല, നമ്മുടെ രാജ്യത്ത് ഇതുവരെ ഇല്ലാത്ത രീതിയിൽ മതവിദ്വേഷം, മതജാതി സ്പർദ്ധ വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന നിലനിൽക്കാനും മതേതരത്വം നിലനിൽക്കാനും കേന്ദ്രത്തിലൊരു പുതിയ സർക്കാർ വരണം. അത് ഇന്ത്യ മുന്നണി വരണം എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഒരു ലീഡർ സ്ഥാനത്തുള്ള രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞത് പിണറായി വിജയൻ എപ്പോഴും തന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് വാക്കുകളിലൂടെ, പക്ഷെ നരേന്ദ്രമോദിയെക്കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ല എന്നൊരു ഒപ്പീനിയൻ പറഞ്ഞായിരുന്നു. അതായത് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിയെ കുറിച്ച് മൗനം പാലിക്കുന്നത് പറഞ്ഞായിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് ചേട്ടൻ്റെ അഭിപ്രായം? തീർച്ചയായിട്ടും അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതായത് ഇവിടെ കേരളത്തിൽ ഒട്ടനവധി അഴിമതി കേസുകൾ ഉണ്ട്. ആ കേസുകൾ യഥാർത്ഥത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചിട്ടില്ല. അന്വേഷിക്കാന്ന് പറഞ്ഞാൽ അവർക്ക് അതിൻ്റെ തെളിവുകളും കാര്യങ്ങളും കിട്ടാതെയല്ല, പക്ഷേ രാഷ്ട്രീയമായ കാരണങ്ങളാൽ അത് മുഖ്യമന്ത്രിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് മോഡിയും അമിത്ഷാ എടുത്തിരിക്കുന്നത്. BJPയുടെ ആ നിലപാടിന് എതിരായിട്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. സപ്പോർട്ടിംഗ് ആയിട്ടാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് നിൽക്കുന്നത്. പക്ഷെ കേരളത്തിലോട്ട് വരുമ്പോൾ
സ്ഥിതി മാറുകയാണ്. അപ്പോൾ ഇത് ആളുകളിൽ ഒരു സംശയം ജനിപ്പിക്കുമോ? അത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുഖ്യ എതിരാളികൾ കോൺഗ്രസും CPM ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മത്സരിക്കേണ്ടി വരും. പക്ഷേ ദേശീയ തലത്തിൽ മോദി സർക്കാരിനെ അകറ്റി നിർത്താനും അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തണമെങ്കിൽ ഇന്ത്യ മുന്നണി അവിടെ നേതൃത്വം വരണം. അതിന് കൂടുതൽ ശക്തി പകരാൻ ഇന്ത്യയിലെ ടോട്ടൽ അതിന് കഴിവുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ്സാണ്. കോൺഗ്രസ്സിന് ഭൂരിപക്ഷം അംഗങ്ങളെ ഉണ്ടാക്കാൻ സാധിച്ച് ഇന്ത്യ മുന്നണി ഒരു സഖ്യമായിട്ട് കേന്ദ്രത്തിലെ അധികാരത്തിൽ വന്നാലാണ് ജനങ്ങൾക്ക് ഇന്നത്തെ ഈ ദുരിതത്തിൽ നിന്നും മോചനം നേടുവാൻ സാധിക്കും. അപ്പോൾ മുരളീധരൻ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ ആദ്യം പറഞ്ഞത് പോരാട്ടം LDFും UDFും തമ്മിലാണ് തൃശ്ശൂർ. എന്തായാലും BJPയെ 3ാം സ്ഥാനത്താക്കും, അതാണ് തൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞു. അപ്പോൾ അത് തന്നെ ആയിരിക്കുമോ തൃശ്ശൂരുകാരുടെ തീർച്ചയായിട്ടും. ഇപ്പോൾ BJP എന്തായാലും തൃശ്ശൂർ വിജയിക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ 3 തവണ ഇപ്പോൾ ഇതിപ്പോൾ 3ാമത്തെ തവണയാണ് സുരേഷ് ഗോപി മത്സരിക്കുന്നത്. തീർച്ചയായിട്ടും ആള് 3ാം സ്ഥാനത്ത് തന്നെയാവും. അപ്പോൾ മുരളീധരൻ്റെ ആ ഒരു ലക്ഷ്യം ഫലിക്കും തീർച്ചയായിട്ടും. അപ്പോൾ താങ്ക് യു കേട്ടോ. അച്ഛൻ്റെ പേര്? എൻ്റെ പേര് CK ഫ്രാൻസിസ്. ഓക്കെ, താങ്ക് യു കേട്ടോ. താങ്ക് യു സോ മച്ച്. തൃശ്ശൂർ ആര് ജയിക്കാനാണ് സാധ്യത എന്ന് തോന്നുന്നത്? മുരളീധരൻ. അപ്പോൾ എന്തുകൊണ്ടാണ് മുരളീധരൻ പറയുന്നത്? ഒന്നുമില്ല, അച്ഛൻ്റെ ഏരിയ അല്ലേ. അതേതോ കരുണാകരൻ അല്ലേ? ഓക്കെ. പക്ഷേ അനിയത്തി BJPയിലേക്ക് മാറിയായിരുന്നു ഈ അടുത്ത്. അപ്പോൾ ഇതൊക്കെ ബാധിക്കും തോന്നണുണ്ടോ? ഒരിക്കലും ഇല്ല. കോൺഗ്രസിന് അറിയാം അല്ലേ തൃശ്ശൂർകാർക്ക്? പിന്നെ ഒന്ന് വെച്ചാൽ ഞാൻ CPO ഉദ്യോഗസ്ഥയാണ്. പിന്നെ എങ്ങനെയായാലും ഓപ്പോസിറ്റ് നിൽക്കൂലല്ലോ. നമ്മളെ നിരാശപ്പെടുത്തിയ ആൾക്കാരാണല്ലോ. സർക്കാർ തീർച്ചയായും 62 ദിവസവും സമരം ചെയ്തിട്ടും. സമരം ചെയ്ത ആളാണോ? ഓക്കെ. നമ്മളെ നിരാശപ്പെടുത്തി. അപ്പോൾ ഒരിക്കലും അതിന്റെ ഒരു പ്രതിഫലനം ഇപ്പൊ ഇലക്ഷൻ ഉണ്ടാവും അല്ലേ? ഉറപ്പായിട്ടും. ഇനിയിപ്പോ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾ സമരം അവസാനിപ്പിച്ചത്? അല്ല, അതിന്റെ കാലാവധി കഴിഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിച്ചത്. അപ്പൊ ജോലി കിട്ടിയില്ല. ഓക്കെ. അപ്പൊ ഇനി ഒരു പ്രതീക്ഷ കോൺഗ്രസിൽ തന്നെയാണ് അല്ലേ? കോൺഗ്രസിന് എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെയായാലും ഒരിക്കലും ഓപ്പോസിറ്റ് ചെയ്യൂലല്ലോ. തീർച്ചയായിട്ടും. പ്രതീക്ഷിച്ച ആൾക്കാരിൽ നിന്ന് നമുക്കൊരു ഒന്നും കിട്ടിയില്ല. അപ്പൊ നമുക്ക് ആകെ ഒരു പ്രതീക്ഷ ഇനിയിപ്പോ പറയാൻ അവർ മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് ഇപ്പോൾ പ്ലാൻ? ആക്ച്വലി പേഴ്സണലായിട്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ ആ ഒരു ഇതിൽ കിട്ടിയില്ല, ഇനിയിപ്പോൾ എന്തായിരിക്കും? അപ്പോൾ എന്തെങ്കിലും ചെയ്യണം. ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് ജോലി ഇങ്ങനെ അടുത്ത് വരെ എത്തിയിട്ട് നഷ്ടമായല്ലേ? ഓക്കെ. അപ്പോൾ ഈ ആളുകൾ, യുവാക്കൾ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ഇങ്ങനെ ഇവിടുന്ന് പോകുന്നതിന്റെ പിന്നിലൊക്കെ ഇത്തരം കുറെ കാര്യങ്ങളാണോ? നമുക്ക് ആവശ്യത്തിന് വേണ്ടത് നമുക്ക് ഒരു ജോലി, തൊഴിലില്ലായ്മയാണല്ലോ. തീർച്ചയായിട്ടും. തൊഴിൽ യുവാക്കളെ പരിഗണിക്കണല്ലോ. ചർച്ചയ്ക്ക് പോലും വരാത്ത ഗവൺമെന്റ് നമ്മൾ എന്താ വിശ്വസിക്കുക? ചർച്ചയ്ക്ക് പോലും വന്നില്ല. ഈ കഴിഞ്ഞ 62 ദിവസങ്ങൾ വന്നില്ല. 2 ദിവസം വന്നില്ല. ഏതെങ്കിലും ഒരു മുന്നണി പിന്തുണ പ്രഖ്യാപിച്ചിരുന്നോ? BJPന്റെ ആൾക്കാർ, കോൺഗ്രസിന്റെ ആൾക്കാരാണ് കൂടുതലായിട്ട് നമ്മെ സപ്പോർട്ട് ചെയ്തത്. പറമ്പിൽ MLA, രാഹുൽ മാങ്കുട്ടത്തില്, ചാണ്ടി ഉമ്മൻ സാറ്, അവരൊക്കെ ഫുൾ സപ്പോർട്ടായിരുന്നു. നമുക്ക് വേണ്ടി നല്ലോണം സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ പൊതുവെ ഇനിയിപ്പോ പരീക്ഷ എഴുതാൻ പോകുന്ന ആൾക്കാർ, ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി പരീക്ഷ എഴുതാൻ പോകുന്ന ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? യുവാക്കളോടൊക്കെ സമരം ചെയ്യാനും കൂടി പഠിക്കണമായിരിക്കും നല്ലത്. സമരം ചെയ്യാൻ കൂടി പഠിക്കണം അല്ലേ? അല്ലാതെ പഠിച്ചതുകൊണ്ട് മാത്രം ജോലി കിട്ടൂല അല്ലേ? കിട്ടൂല. ഓക്കേടാ, പേരെന്തായിരുന്നു? നജ്മുദ്ദീൻ. ഓക്കേടാ, താങ്ക് യു സോ മച്ച്. എനിക്ക് സുരേഷ് ഗോപി ജയിക്കണം. സുരേഷ് ഗോപി ജയിക്കണം. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? സുരേഷ് ഗോപി അതായത് സ്വന്തം കാശ് എടുത്തിട്ട് പാവങ്ങൾക്ക് പൈസ സഹായിക്കണ്ടേ, അതേപോലെ ഇനി സഹായിക്കണം. അത് ഞങ്ങൾക്ക് ബലമില്ലാത്തവർ സഹായിച്ചിട്ട് തരണം. പക്ഷെ പിണറായി വിജയൻ ഒരു 10 പൈസ സഹായിക്കണം. അങ്ങോട്ട് മേടിക്കുന്നുള്ള ഇങ്ങോട്ടില്ലേ, പെൻഷന് മര്യാദയ്ക്ക് തന്നിട്ടില്ല, ലോട്ടറിയിൽ 10 പൈസ അടിക്കണില്ല. ഞങ്ങൾ കഷ്ടപ്പെടണം, ജീവിക്കുന്നു. തൊഴിലില്ല, പണിയില്ലാത്ത ആൾക്കാരുണ്ട്. സുരേഷ് ജയിച്ചു കഴിഞ്ഞാൽ, അവൻ പാർട്ടിയിൽ ജയിച്ചു കഴിഞ്ഞാൽ അവനോട് നമുക്ക് ജീവിക്കാം, നമുക്കങ്ങനെ ജീവിക്കാം. സുരേഷ് ഗോപി ജയിക്കണം എൻ്റെ ഉറപ്പ്. എനിക്ക് ജയിക്കണം സുരേഷ് ഗോപി. എന്ത് പറഞ്ഞാലും ജയിക്കണത്, അവന് ജയിപ്പിക്കണം. അതിന് നാട്ടുകാരെല്ലാവരും കൂടി അവന് ജയിപ്പിക്കണം. അതാണ് ആഗ്രഹം. എനിക്ക് ആഗ്രഹം. ഞാൻ നിൽക്കും. ഉറപ്പാ. ഞാൻ സുരേഷ് ഗോപിയുടെ ആളെന്നുള്ള ഉണ്ടായി. ഇപ്പൊ ഉണ്ടായതാ കുറച്ച് നാൾ മുമ്പ് പിണറായി വിജയന്റെ കാര്യത്തിനോട് ഇതായിപ്പോ ഞാൻ സുരേഷ് ഗോപിന്റെ പാർട്ടിക്ക് വോട്ട് ഇടുന്നെങ്കിൽ സുരേഷ് ഗോപിക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ലോട്ടറി കാര്യങ്ങളൊക്കെ വിൽപ്പനയൊക്കെ നടത്തുമ്പോൾ സർക്കാരാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് പറയുമ്പോൾ എന്തെങ്കിലും ഒരു തരത്തിലുള്ള പേടി അങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്ക് ഒരു പേടിയില്ല. പൈസ കിട്ടണം.
ജനങ്ങൾക്ക് പണി കിട്ടണം. 10 വയസ്സിലാണ് പിണറായി വിജയൻ നിൽക്കണേ. പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവയ്ക്കാനല്ല, കുടുംബത്തിൽ കൊണ്ടുവയ്ക്കല്ലേ, നാട്ടുകാർക്ക് സഹായിക്കേ. ഈ പാവങ്ങളെ ജീവിപ്പിക്കുക. ആദ്യം എത്ര വീടില്ലാത്ത ഒരു തെരുവിൽ നടക്കണ, ഒരു വീടില്ലാണ്ട് വീട് പണിത് ലാസ്റ്റ് വീട് പണിത് കൊടുക്കില്ലേ. ഇപ്പോഴും തെരുവിൽ നടക്കുന്ന അപ്പം ആൾക്കാർ ഈ റോഡ് വക്കത്തും എല്ലാം കിടക്കണതാ. ഇത് ഗുണം കൊണ്ട്, പിണറായി വിജയൻ്റെ ഗുണം കൊണ്ട് റേഷൻ കടയിൽ അരിയില്ല, അരി കുറച്ചു. ഇതൊക്കെ പിണറായി വിജയൻ്റെ വേണമല്ലേ. ഏതായാലും എനിക്ക് സുരേഷ് ഗോപി ജയിച്ചാലേ കാര്യങ്ങൾ നടക്കാൻ പറ്റുള്ളൂ. അത്ര വിശ്വാസം എനിക്ക്. അവൻ സ്വന്തം പാർട്ടി സിനിമ കാഴ്ചണം, സിനിമയിൽ കാഴ്ചണം, അവൻ ജയിപ്പിക്കണം. ഓക്കെ. തൃശ്ശൂര് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതെ അതെ. 3 കരുത്തരായ സ്ഥാനാർത്ഥികളാണ് തൃശ്ശൂർ നിർത്തിയിരിക്കുന്നത്. അതെ അതെ. ശക്തമായ ത്രികോണ മത്സരം എന്നാണ് കേരളക്കാർ ഒന്നാകെ പറയുന്നത്. അതെ അതെ. ആര് ജയിക്കാനാണ് സാധ്യത തോന്നുന്നത്? ഇവിടെ ആര് ജയിക്കും എന്നല്ല പ്രധാനം. തൃശ്ശൂർ പൂരത്തെ ഇന്ത്യൻ ജനാധിപത്യ സംവിധാനങ്ങളെ വരെ അട്ടിമറിക്കുന്ന, ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള മോദി അജണ്ടയ്ക്കെതിരെ ഇന്ത്യയിലെ എന്നല്ല ലോകത്തെ ജനങ്ങൾ ഒന്നാകെ ഈ ഇലക്ഷന് വിധി പറയും. അപ്പോ ആ ഒരു കേന്ദ്രഭരണത്തിനെതിരെയുള്ള വിധിയായിരിക്കും ഇപ്രാവശ്യം എന്നാണ് പറയുന്നത്. തീർച്ചയായും. അപ്പൊ എന്തായാലും ഇവിടെ സുരേഷ് ഗോപി ജയിക്കാൻ സാധ്യതയില്ലല്ലോ. ഇല്ല. സുരേഷ് ഗോപി ഒരു കാരണവശാലും ജയിക്കാൻ സാധ്യതയില്ല. അത്രയും ഉറപ്പിച്ചു പറയാൻ എന്താ കാരണം? അല്ല, അത്രയും ഉറപ്പിച്ചു പറയേണ്ട കാര്യമില്ല. ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള BJP ഗവൺമെന്റിന്റെ അജണ്ട ഇന്ത്യൻ ജനാധിപത്യ സംവിധാനങ്ങളെ അട്ടിമറിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് ഉദാഹരണമാണ് തൃശ്ശൂർ പൂരം എന്നും മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. BJP കൊണ്ടുപോകും. ആദ്യമായിട്ട് പാറയ്ക്കും. അതിന്റെ കാരണം സുരേഷ് ഗോപി നിൽക്കുന്നതുകൊണ്ടാണ്. ആണ്. സുരേഷ് ഗോപിനോട് ഇത്ര ഒരു താല്പര്യം. സുരേഷ് ഗോപിനെ കൊണ്ട് താല്പര്യം അല്ല, മെയിനായിട്ട് ഇടതിന് കുറച്ച് ഒരു ഇടിവ് പോലെ ആണ് വന്നിട്ടുണ്ട് എന്നാണ്. നിലവിലെ ഭരണം കുറച്ച് മോശമായിട്ടുള്ള രീതിയിലാണെന്നാണ് എൻ്റെ. അതെ. അതെ, തീർച്ചയായിട്ടും. അപ്പം അത് കാരണം അതിനോട് സമരമൊക്കെ നടത്തിയ ആളാണ്, പുള്ളിക്ക് ജോലി കിട്ടിയില്ല. അതെ. സമരം നിർത്തിപ്പോണ്ട് വന്നു. ഇപ്പം നമ്മുടെ കൂട്ടുകാരുടെ ഇതെടുക്കുകയാണെങ്കിൽ പോലും ഒരുപാട് PSC റാങ്ക് ലിസ്റ്റ് ക്യാൻസലായിട്ടും അങ്ങനെയായിട്ട് ഇതെല്ലാം ഒരുപാട് ജോലിയില്ലാത്ത ആൾക്കാർ ഒരുപാടുണ്ട്. ഭയങ്കര പാടാണ്. ഇപ്പം നമ്മുടെ കൂട്ടുകാരൻ തന്നെ എല്ലാവരും ഭൂരിഭാഗം ആൾക്കാരും പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത്രയും പഠിച്ച്, ഞാനിപ്പോൾ മാസ്റ്റേഴ്സ് ഇൻ പ്ലാനിങ് കഴിഞ്ഞതാണ്. അപ്പോൾ എനിക്കിവിടെ ഒരു പെർമനൻറ്റ് ജോലി എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റീസോ അല്ലെങ്കിൽ കേരളത്തിൽ ഈ പ്ലാനേഴ്സിനുള്ള ഒരു സ്കോപ്പോ അങ്ങനെ ഒരു യാതൊരു നിലപാടും ഇതുവരെ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ അങ്ങനത്തെ ഒരു ഇത് കണ്ടിട്ടില്ല. അപ്പോൾ അത് കാരണം ഭരണം കുറച്ച് കാലങ്ങളായിട്ട് കുറച്ച് പിറകിലാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു മാറ്റം വേണം. പുതിയ ആൾക്കാർ വരുമ്പം എന്തെങ്കിലും മാറ്റം വരും എന്നുള്ള പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. അതെ. ഇപ്രാവശ്യം തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ സുരേഷ് ഗോപി വെല്ലുവിളി ഉയർത്താൻ പോകുന്ന മറ്റു സ്ഥാനാർത്ഥി ആരായിരിക്കും? അത് മുരളീധരനായിരിക്കും. തീർച്ചയായിട്ടും UDF തന്നെയായിരിക്കും. ഉറപ്പായിട്ടും. അപ്പൊ ഇപ്രാവശ്യം സുരേഷ് ഗോപിക്ക് തന്നെ വോട്ട് ചെയ്യണം എന്നാണ് ചേട്ടൻ്റെ ഒരു മനസ്സ് പറയുന്നത്, അല്ലേ? അങ്ങനെയല്ലേ? ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വന്നാ കൊള്ളാം. അതെ, ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് ഞാനിപ്പോൾ പറയുന്നില്ല. ആരും